അങ്ങനെ ഞാനും കുറച്ച് കളർഫുൾ ആയിട്ടുള്ള പൈ ക്ലീനേഴ്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ട്രെൻഡിങ് ആയിട്ടുള്ള പൈ ക്ലീനേഴ്സ് വെച്ചിട്ട് സ്ട്രോബെറി കീ ചെയിൻ ഉണ്ടാക്കാം. സ്ട്രോബെറി എന്ന് പറഞ്ഞാൽ കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ഒരു ഫ്രൂട്ട് അല്ലേ. എനിക്ക് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് 3 നേരം ഫ്രൂട്ട്സ് തന്നാൽ ഞാൻ അതന്നെ കഴിച്ചുകൊണ്ടിരിക്കും. എനിക്ക് അത്ര ഇഷ്ടമാണ് ഫ്രൂട്ട്സ്. പക്ഷെ ഞാൻ ഇതുവരെയായിട്ടും കഴിക്കാത്ത ഒരു ഫ്രൂട്ടാണ് ഈ സ്ട്രോബെറി. അപ്പം നിങ്ങൾ വിചാരിക്കും ചേച്ചി ബാക്കി എല്ലാ ഫ്രൂട്ട്സും കഴിച്ചിട്ടുണ്ടോയെന്ന്. അങ്ങനെയല്ല, ഇത് നമുക്ക് അവൈലബിൾ ആയിട്ട് ഞാൻ ഇതുവരെയായിട്ടും ട്രൈ ചെയ്തിട്ടില്ല. അതിനൊരു കാരണം ഉണ്ട് കേട്ടോ. ചെറുപ്പത്തിൽ നമ്മൾ പൂരത്തിനൊക്കെ പോണ സമയത്ത് ഇന്നത്തെ പോലെ കുറേ ഫ്ലേവേഴ്സ് ഒന്നും ഇല്ല കേട്ടോ. ഐസ്ക്രീമിൽ 2-3 ഫ്ലേവറേ ഉള്ളൂ, വാനില, സ്ട്രോബെറി, അതുപോലെ ചോക്ലേറ്റ് ഒക്കെ. അപ്പോൾ ഈ സ്ട്രോബെറി ഐസ്ക്രീമിന് പിങ്ക് കളറായ കാരണം അതെന്തോ ഭയങ്കര ടേസ്റ്റുള്ള ഐസ്ക്രീമാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് മതി എന്ന് പറഞ്ഞു. അത് വാങ്ങി കഴിച്ച് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അതിന് വല്ലാത്തൊരു ടോണിക്കിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എനിക്കത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എൻ്റെ അന്നത്തെ കുഞ്ഞു മനസ്സ് വിചാരിച്ചൂടാ ഇതാണ് സ്ട്രോബെറി ടേസ്റ്റ് എന്ന്. പക്ഷെ ഞാൻ ആ നഗ്ന സത്യം ഇപ്പം മനസ്സിലാക്കുന്നു. ഒരു തരി പോലെ സ്ട്രോബെറി ചേർക്കാത്ത ആ സ്ട്രോബെറി ഐസ്ക്രീം കഴിച്ചിട്ടാണ് ഞാൻ ആ പാവ സ്ട്രോബെറിനെ വെറുത്ത് പോയത്. എന്താല്ലേ. പക്ഷേ ആ സ്ട്രോബെറി ഐസ്ക്രീം കൊണ്ട് എനിക്കൊരു ഗുണം ഉണ്ടായി. ഞാൻ വേറെ കളർ ചേർത്ത് വരുന്ന ഒരു ഐസ്ക്രീമും കഴിക്കില്ല കേട്ടോ. എനിക്ക് എന്തോ ഇഷ്ടമല്ല. ഞാൻ ആ കൂടി വാനില ഫ്ലേവർ മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാനില ഇഷ്ടമുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യും. ബൈ ദ ബൈ, നമ്മൾ വിഷയത്തിൽ നിന്ന് ഒരുപാട് തെന്നിമാറി പോയി എന്നറിയാം. കീ ചെയിൻ തുടങ്ങിയിട്ട് ഐസ്ക്രീം വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ ആരും പേടിക്കേണ്ട, ഇതിൻ്റെ ഡീറ്റെയിൽ മേക്കിംഗ് വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് മറക്കണ്ട കേട്ടോ.